സിനിമാ വർത്തമാനത്തിലേക്ക് സ്വാഗതം. കങ്കുവ. റൈറ്റർ ആൻഡ് ഡയറക്ടർ ശിവ, പ്രൊഡ്യൂസർ കെ.ഇ. ജ്ഞാനവേൽ രാജ, സിനിമാറ്റോഗ്രഫി വെട്രിവേൽ പളനിസ്വാമി, എഡിറ്റർ നിഷാദ് യൂസഫ്, മ്യൂസിക് ദേവിശ്രീ പ്രസാദ്. സിനിമയെ പറ്റിയുള്ള അഭിപ്രായമായതിനാൽ സ്പോയിലർ ഉണ്ടാകും, അതുകൊണ്ട് തുടർന്ന് കാണുന്നവർ ശ്രദ്ധിക്കുക. കങ്കുവ. ശിവ പ്രതീക്ഷ കാത്തു. അണ്ണാത്തയും വിവേകവും വീരവും വിശ്വാസവും ഡയറക്റ്റ് ചെയ്ത സംവിധായകനിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല, അതുകൊണ്ട് ശിവ പ്രതീക്ഷ കാത്തു. കഥയില്ലാത്ത പാസപ്പടമാണ് കങ്കുവ. ഫാന്റസി ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന കങ്കുവയിൽ കങ്കുവയായും ഫ്രാൻസിസ് ആയും സൂര്യ ഇരട്ട വേഷത്തിലെത്തുന്നു. ബോബി ഡിയോൾ, ദിശ പട്ടാനി, യോഗി ബാബു എന്നിവർ മുഖ്യ കഥാപാത്രങ്ങളെ അഭിനയിച്ചിരിക്കുന്നു. തന്റെ ഗോത്രത്തെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു ഗോത്ര യോദ്ധാവിന്റെ തീവ്രമായ പോരാട്ടമാണ് സിനിമയുടെ ഇതിവൃത്തം. ഒപ്പം ആ പോരാട്ടത്തിൽ നായകനെ ഒറ്റിക്കൊടുക്കുന്ന ഒരുവന്റെ മകനോട് നായകനുണ്ടാകുന്ന പാസത്തിലൂടെ കഥ മുന്നോട്ടു പോകുന്നു. വർത്തമാനത്തിലും ഭൂതകാലത്തിലുമായി മാറി മാറി കഥ സഞ്ചരിക്കുന്നു. ഒരു വാലും മൂടുമില്ലാതെ ആരംഭിക്കുന്ന സിനിമയിൽ ആകെ കണ്ടിരിക്കാവുന്നത് വിഷ്വൽസ് മാത്രമാണ്. മോശം തിരക്കഥ ആയതിനാൽ എഡിറ്റിങ്ങിനും സിനിമയെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. ദേവിശ്രീ പ്രസാദിന്റെ പാട്ടുകളും തുണച്ചില്ല. പലതും അരോചകമായിരുന്നു. പ്രത്യേകിച്ച് സൂര്യ ആരാധകരിൽ പോലും ആവേശമോ സംതൃപ്തിയോ ഉണ്ടാക്കാൻ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടില്ല. 2021 ഇറങ്ങിയ ജയ് ഭീമിന് ശേഷം 3 വർഷത്തിന് ശേഷമാണ് സൂര്യയുടേത് മാത്രമായി ഒരു സിനിമ വരുന്നത്. അതിനിടെ വിക്രത്തിൽ ഏകദേശം 10 മിനിറ്റോളമുള്ള റോളക്സ് എന്ന ക്യാമിയോ വേഷത്തിൽ വന്ന് സിനിമ മുഴുവൻ കൊണ്ടുപോയ അഭിനേതാവാണ് സൂര്യ. പക്ഷേ നടിപ്പിൻ നായകന് പോലും കങ്കുവയെ രക്ഷിക്കാനായില്ല. പ്രേക്ഷകനെ സിനിമയുമായി ഇമോഷണലി കണക്ട് ആക്കുന്നതിലും സിനിമ പരാജയപ്പെടുന്നുണ്ട്. സൂര്യയും ബോബി ഡിയോളും ഒഴിച്ച് മറ്റു പെർഫോമൻസുകളൊന്നും കാര്യമായി നന്നായിട്ടില്ല. ഒരു സമയത്ത് സ്ത്രീകളെ സിംഗപ്പെണ്ണായി കാണിക്കാൻ ശ്രമിക്കുമ്പോഴും മറുവശത്ത് അവരെ ഒബ്ജക്ടിഫൈ ചെയ്ത് കാണിക്കാനും എഴുത്തുകാരൻ മറന്നിട്ടില്ല. അവസാനം വരുന്ന ക്യാമിയോ റോളിന് മാത്രമാണ് തിയേറ്ററിൽ ആളനക്കമുള്ളതായി തോന്നിയത്. ആ ക്യാമിയോ നന്നായിരുന്നു, അത്രമാത്രം. 2ാം ഭാഗത്തിന് സൂചന തന്നുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. ഇനി ഒരു ഭാഗം കൂടി വേണ്ട എന്ന് ഓരോ പ്രേക്ഷകനും ആഗ്രഹിക്കുന്ന പോലെയാണ് ആദ്യ ഭാഗം എടുത്തു വെച്ചിരിക്കുന്നത്. പറക്കുന്ന പ്ലെയിനിൽ തൂങ്ങി വില്ലന്മാരെ കൊല്ലുന്ന ഒരു നായകൻ, തന്നെ കൊല്ലാൻ നോക്കിയ കുട്ടിയെ മകനെ പോലെ കൊണ്ടു നടക്കുന്ന മറ്റൊരു നായകൻ, ഒന്നും ചെയ്യാനില്ലാത്ത നായിക, അത്രയും ഗതികെട്ട് ചാവാൻ വേണ്ടി മാത്രം ബോളിവുഡിൽ നിന്ന് വന്ന വില്ലൻ, പിന്നെ ഒരാവശ്യവുമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്ന മാനത്ത് തെളിഞ്ഞു നിൽക്കുന്ന ചന്ദ്രൻ, പിന്നെ കുറെ അലർച്ചകൾ. ഇത്രയൊക്കെയാണ് ശിവയുടെ കങ്കുവ. കൂടുതലൊന്നുമില്ല. ഇനി സൂര്യയെ തിയേറ്ററിൽ തെളിഞ്ഞൊന്ന് കണ്ടാസ്വദിക്കാൻ കാർത്തിക് സുബരാജ് പടം തന്നെ വരേണ്ടി വരും. സിനിമ കണ്ടവർ അഭിപ്രായം പറയുക, കാണാത്തവർ പോയി കണ്ട അഭിപ്രായം അറിയിക്കുക. നന്ദി.